അപ്പോൾ മക്കളെ, നാളെയാണ് നമ്മുടെ എക്സാം. എക്സാം ബേസ്ഡ് ആയിട്ട് ഇനിയുള്ള 3 യൂണിറ്റുകളിൽ നിന്ന് എന്ത് ചോദിക്കും, അതല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നുള്ളത് മാത്രം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. 4ാമത്തെ യൂണിറ്റ് ബ്രേവിങ് ദ ഹസാർഡ്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആയിരുന്നു. അഞ്ജന മജുംദാർ എഴുതിയിട്ടുള്ള ഒരു എസ്സേ അതിനകത്തുണ്ട്. നിർബന്ധമായും നിങ്ങൾ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ, അതായത് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചൊരു എസ്സേ എഴുതാൻ നിങ്ങൾ പഠിക്കണം. എന്താണ് ഡിസാസ്റ്റർ? അതായത് പ്രധാനമായും 2 തരം ഡിസാസ്റ്റേഴ്സ് ആണ്. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഉണ്ട്, അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അതിനൊരു ഉദാഹരണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവിടെ മനസ്സിലാക്കി വെക്കണം. ദെൻ ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റ് കൂടാനുള്ള കാരണം എന്തൊക്കെയാണ്? കറക്റ്റായിട്ട് അഞ്ജന മജുംദാർ ഐസിക്കകത്ത് പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ. അതായത് ലോ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നു, ഒരു മാസ്റ്റർ പ്ലാനിൻ്റെ അഭാവം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ദെൻ എങ്ങനെ ഈ ഡിസാസ്റ്റേഴ്സിൻ്റെ വ്യാപനം നമുക്ക് കുറക്കാൻ പറ്റും? ദെൻ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് ടു പ്രിവെൻറ്റ് ഡിസാസ്റ്റേഴ്സ് ബട്ട് ടു മിറ്റിഗേറ്റ് ദ ഇമ്പാക്ട്സ് ഓഫ് ദി ഡിസാസ്റ്റേഴ്സ് എന്ന് അവിടെ പറയുന്നുണ്ടല്ലോ. ആ കാര്യം കറക്റ്റായിട്ട് പഠിക്കുക. ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു എസ്സേക്കുള്ള കണ്ടൻറ്റ് പഠിക്കൽ നിർബന്ധമാണ്. പല രീതിയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു എസ്സേ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, അതാണ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നുള്ളതുകൊണ്ട് അതിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കേട്ടോ. ദെൻ അത് കഴിഞ്ഞാൽ ദ സെറാങ്ക് ഓഫ് റാണ ഗഞ്ചി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആരുടെ ക്യാരക്ടർ സ്കെച്ച്? ഹസൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ദാറ്റ് ഈസ് എ സീരിയസ് കൺസേൺ. ഇപ്പോഴും നമ്മൾ സീരിയസ് ആയി ക്യാരക്ടർ സ്കെച്ചിന് പറയുന്ന 2 ക്യാരക്ടേഴ്സ് മാഗിയും അതുപോലെ തന്നെ ഹസനുമാണ്. ദെൻ ഹസൻ അല്ലാതെ ഒരു ഫോമാക്കിനൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോമാക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ആര്? നമ്മുടെ ജോബ് സ്മിത്ത് എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അവരുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ ഈ ഒരു പാഠഭാഗം ബേസ് ചെയ്തിട്ട് നമ്മളോട് ഫോർമൽ ലെറ്റേഴ്സ്, ഇൻഫോർമൽ ആയിട്ടുള്ള ലെറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഡിസ്കോഴ്സസ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഹസൻ്റെ ആ ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള സർവീസ് കണ്ടിട്ട് ഡോക്ടർ AJ ക്രോണിൻ എന്ത് ചെയ്യുകയാണ്? കമ്പനിയിലെ ഡയറക്ടർക്കോ മാനേജർക്കോ അദ്ദേഹത്തിൻ്റെ സർവീസൊക്കെ കണ്ടിട്ട് അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് അവന് ഒരു പ്രൊമോഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുക്കുക. ദെൻ ഹസനെ കുറിച്ചുള്ള ആ ഒരു സ്കെച്ച്, ഹസൻ്റെ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, ഓക്കെ, ആ ഒരു സംഗതിയും കൂടെ അവിടെ നിങ്ങൾ പഠിച്ചു വെക്കണേ. ദ സെറാങ്ക് ഓഫ് റാണ ഗഞ്ചി, ജോബ് സ്മിത്ത് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതാണ് സെറാങ്ക് ഓഫ് റാണ ഗഞ്ചിക്കകത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് വരുന്നത് നമ്മുടെ ദി റെക്ക് ഓഫ് ദി ടൈറ്റാനിക് എന്ന് പറയുന്ന വർക്കാണല്ലോ അല്ലേ. അപ്പോൾ ഈ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്കിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ബെഞ്ചമിൻ പക്കീത്തിൻ്റെ റെക്ക് ഓഫ് ദി ടൈറ്റാനിക്കിനകത്ത് ആ ഒരു ടൈറ്റാനിക്കിൻ്റെ റെക്കിനെ കുറിച്ചുള്ള ആ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് പഠിക്കാതെ പോകരുത്, നിർബന്ധമാണ്. ഓക്കെ, ദി ടൈറ്റാനിക് സിങ്സ് മോർ ദാൻ 1500 പീപ്പിൾ ഡെഡ്. അതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കറക്റ്റായിട്ട് പഠിക്കാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. ദെൻ അവിടെ അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയ്ക്കൊക്കെ തന്നെ ഇറ്റ് വാസ് എ ഫോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് മെറ്റഫോർ. അത് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ അതിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ ഓവറോൾ ആയിട്ടൊരു ഐഡിയ നിങ്ങൾ അവിടെ പഠിച്ചാൽ മതി. അപ്രീസിയേഷൻ രൂപേണയൊന്നും അത് വരാറില്ല. അത് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത് ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്നുള്ള രൂപേണയാണ് റെക്ക് ഓഫ് ദി ടൈറ്റാനിക്കിനകത്തേക്ക് വരാറ്. ദെൻ നമ്മൾ പറഞ്ഞ ആ ഫോം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്നുള്ള ആ ഒരു സ്റ്റാൻസ വൈസായിട്ട് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാം. ദെൻ അതിൽ ആ ഒരു ക്യാപ്റ്റൻ്റെ റോള്, ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അത് കഴിഞ്ഞാൽ 5th യൂണിറ്റ് ഹാർമണി ഓഫ് ലൈഫ്. ഇതിനകത്ത് ഗൂസ്ബെറീസ് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, അതിൽ നിക്കോള ഇവാനിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ്. നിക്കോള ഇവാനിച്ചിനെ കുറിച്ച് ചെറിയൊരു കണ്ടന്റ് പഠിച്ചു വയ്ക്കുക. നിക്കോള ഇവാനിച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇവാനിച്ചിനെ കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാവുമല്ലോ. ദെൻ അതല്ലാതെ ഗൂസ്ബെറീസ് എന്നുള്ള ആ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മളവിടെ പഠിക്കണം. ദെൻ ഈ വില്ലേജ് ലൈഫും സിറ്റി ലൈഫും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, ആ ഒരു കമ്പാരിസൺ, ജസ്റ്റ് ഒന്ന് പോയിന്റുകൾ, വില്ലേജ് ലൈഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സിറ്റി ലൈഫിനകത്ത് ഡിഫറൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ആ ഒരു ജസ്റ്റ് ഒന്ന് കോൺട്രാസ്റ്റ് പോലെ 2 ടേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അത് അവിടെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ഇവാനിച്ച്, നിക്കോള ഇവാനിച്ച്, ദെൻ ഈ ഗൂസ്ബെറീസ് എന്നുള്ള ടൈറ്റിൽ, വില്ലേജ് ലൈഫ്, സിറ്റി ലൈഫ്, ഇത്രയും കാര്യങ്ങൾ അവിടെ നോക്കി വയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ടു സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു കവിതയല്ലേ,
ഐ മീൻ വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ ഇൻസോംനിയ അല്ലേ, സ്ലീപ്ലെസ്നെസ് എന്നുള്ള ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് അതിനകത്ത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതൊരു സോണറ്റാണ്. എന്താണ് സോണറ്റ്? 14 ലൈൻഡ് പോമാണ്. ഒക്ടേവ്, സെസ്റ്ററ്റ്. ഒക്ടേവിനകത്ത് എന്ത് പറയുന്നു, സെസ്റ്ററ്റിനകത്ത് എന്ത് പറയുന്നു, ഓവറോൾ ആയിട്ടൊരു ധാരണ ഈ ടു സ്ലീപ്പിനെ കുറിച്ച് എന്ത് ചെയ്താൽ മതി, അവിടെ പഠിച്ചാൽ മതി. അവിടുന്ന് നിരന്തരം ചോദിക്കുന്നൊരു അലിട്രേഷൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെന്നറിയോ? ബ്ലസ്ഡ് ബാരിയർ ബിറ്റ്വീൻ. അതൊരു അലിട്രേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ അതിനകത്തുള്ള ആ ഒരു വിഷ്വൽ ഇമേജ്സ് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കാണാൻ പറ്റുന്നത്, ഐ മീൻ അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ എന്ത് കാണുമ്പോഴാണ് അദ്ദേഹം അതിൽ നിന്ന് ഫ്രീ ആവുന്നതെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. സോ ദാറ്റ് ഈസ് ടു സ്ലീപ്പ്. അത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു കണ്ടന്റും കൂടെ ഓർത്ത് വെക്കണേ. ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതാൻ നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടോ എങ്ങനെയും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. സ്ലീപ്പ് നമ്മളെ റീഫ്രഷ് ചെയ്യുന്നുണ്ട്, ഒരു മെൻ്റൽ റിലാക്സേഷൻ അത് ആവശ്യമാണ്. ഐ മീൻ പ്രോപ്പർ ബോഡി ഫങ്ഷൻസിന് ഉറക്കം ആവശ്യമാണ്. അങ്ങനെ പോയിൻ്റ് ചെയ്യാൻ നമുക്ക് പഠിക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ് ചോദിച്ചതാണ്. ഓക്കെ, അതവിടെ പഠിക്കണം. ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് നിങ്ങൾ എന്താ പഠിക്കേണ്ടതെന്നറിയോ? അവിടുന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാം. അതാണ് ഈ ഗോയിങ് ഔട്ട് ഫോർ എ വാക്കിനെ കുറിച്ച് നമ്മളോട് ചോദിക്കാറുള്ളത്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് പറയാം. ഇപ്പോൾ വാക്കിങ്ങോ സ്ലീപ്പിങ്ങോ റണ്ണിങ്ങോ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക, ബ്രീഫായിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ ഗോയിങ് ഔട്ട് ഫോർ ഒക്കെ മാക്സ് ബൂബോമിൻ്റെ ആ ഒരു ഗോയിങ് ഔട്ട് ഫോർ വായിക്കുമ്പോൾ വലിയൊരു ധാരണയൊന്നും കിട്ടില്ല. പക്ഷേ അതിൽ നിന്ന് എക്സാമിന് വേണ്ടിയിട്ട് എന്ത് പഠിക്കണം എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, സ്വിമ്മിങ്, റണ്ണിങ്, പ്ലേയിങ്, ജമ്പിങ്, ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയാണ്, ദെൻ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആ സംഗതി അവിടുന്ന് ഇത് ചെയ്യേണ്ടതുള്ളൂ. ദെൻ അവരവിടെ നടന്നു പോകുന്ന സമയത്ത് കുറേ സൈൻ പോസ്റ്റുകൾ വായിക്കുന്നു. അതുപോലെ റോട്ടിൽ കാണാവുന്ന ചില സൈൻ പോസ്റ്റുകൾ, അങ്ങനെയൊക്കെ മേ ബി ലെസ് ചാൻസേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലല്ലോ. അപ്പോൾ അത് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിനകത്ത് നിന്ന് അത് പഠിക്കണം. ഇനി ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് ലീപ്സ് ആൻഡ് ബൗൺസ് എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് ഇൻ്റർനെറ്റ്. പഠിക്കാതെ പോകരുത്. ഈ ഇൻ്റർനെറ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇൻ്റർനെറ്റ്, ഇമ്പാക്റ്റ് ഓഫ് ഇൻ്റർനെറ്റ്, ഈ സാധനത്തെക്കുറിച്ച് ഒരു എസ്സേക്കുള്ള കണ്ടൻറ്റ് നിങ്ങൾ പഠിക്കണം. എക്സാമിന് ചോദിക്കും അത്. അതായത് ഈ ഇൻ്റർനെറ്റ് തന്നെ ചോദിച്ചോളണമെന്നില്ല, മേ ബി സോഷ്യൽ മീഡിയ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ മെറിറ്റും ഡിമെറിറ്റും തന്നെ പലപ്പോഴും ഇൻ്റർനെറ്റിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് പഠിക്കാതെ പോകരുത്. ദ സൈബർ സ്പേസ്, എന്താണ് സൈബർ സ്പേസ്, ഒരു ഡെഫിനിഷൻ കൊടുക്കുക. സൈബർ സ്പേസിനൊരു മെറ്റഫർ അവിടെ യൂസ് ആക്കുന്നുണ്ടല്ലോ, റിയൽ എസ്റ്റേറ്റ് എന്നുള്ള മെറ്റഫറൊക്കെ കൊണ്ടുവരുന്നില്ലേ, ആ ഒരു മെറ്റഫർ അവിടെ നിങ്ങൾ പഠിക്കണം. ദെൻ ഇൻ്റർനെറ്റിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്. ദെൻ ഈ സൊസൈറ്റി ഡെഡിനകത്ത് ആൻഡ്രൂ സൊളിവൻ ഐപോഡ് ജനറേഷൻ എന്ന് പറയുന്ന ഒരു ജനറേഷനെ കുറിച്ചല്ലേ പറയുന്ന, ആ ഒരു ജനറേഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ, അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള ആ ഒരു കാര്യം അവിടെ പഠിച്ചാൽ മതി. ഐപോഡ് ജനറേഷനെ കുറിച്ച് അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടും റെലവൻ്റ് അല്ലാത്തൊരു വർക്കാണ് ശരിക്കും ആൻഡ്രൂ സൊളിവൻ്റെ ഈ സൊസൈറ്റി ഡെഡ്. അപ്പോൾ ഐപോഡ് ജനറേഷൻ എന്താണ്, അവരുടെ പ്രത്യേകത എന്താണെന്നുള്ളത് അവിടെ പഠിച്ചാൽ മതി. ദെൻ അവിടുന്ന് ചോദ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ കോൺസെപ്ച്വൽ ഫ്രൂട്ട് അല്ലേ, തായ്സ ഫ്രാങ്കിൻ്റെ കോൺസെപ്ച്വൽ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ ഒരു വർക്കിനകത്ത് ഗ്രേറ്റ എന്ന് പറയുന്ന ക്യാരക്ടർ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒരു 4 മാർക്കിനുള്ള ചെറിയൊരു കണ്ടൻറ്റ് അവിടുന്ന് ഈ ഗ്രേറ്റ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അതായത് അവിടെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള മകളെ ഒരു അച്ഛൻ എന്ത് ചെയ്യാണ്, ടെക്നോളജിയുടെ സഹായത്തോടു കൂടെ, ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രേറ്റയെ കുറിച്ച് എഴുതാൻ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളെ ഐ മീൻ ഒരു സെൽഫ് സാറ്റിസ്ഫൈഡ് ആക്കുന്നതിൽ, അല്ലെങ്കിൽ അവരെ ഒരു ഇൻഡിപെൻഡൻ്റ് ആക്കുന്നതിൽ ടെക്നോളജി വഹിച്ചിട്ടുള്ള കാര്യങ്ങൾ, ശരിക്കും ടെക്നോളജിയുടെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണോ ഈ സംഗതി എന്നുള്ള രൂപേണയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ 3 യൂണിറ്റിൽ നിന്ന് ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യില്ല, A+ മിസ്സാവില്ല. ഞാൻ പറയട്ടെടാ, ഒരുപാട് തവണ നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങൾ ഇത് തന്നെയാണ്.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. ഞാൻ ഏതോ ഒരു ഇൻട്രാക്ഷനകത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്രസി എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രസി റൈറ്റിംഗ് തന്നിരിക്കുന്ന പാരഗ്രാഫിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ 1/3 അതിനെ ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. ഒരു ടൈറ്റിൽ കൊടുക്കുക, ആ പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്ന് മനസ്സിലായ കാര്യം അതിൻ്റെ 1/3 ചുരുക്കി എഴുതുക. അത്രയും പ്രസി റൈറ്റിങ്ങിനുള്ളൂ കേട്ടോ. അല്ലാണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു ഓർഡേഴ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും അതിനില്ല. ഒരു ടൈറ്റിൽ കൊടുക്കുക, മേജർ പോയിന്റ് മിസ് ചെയ്യാതെ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അതിനൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഷോർട്ടാക്കിയിട്ട് എഴുതുക. അതാണ് ഈ പ്രസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ജോബ് ആപ്ലിക്കേഷൻ റെസ്യൂമൊക്കെ ചോദിക്കാൻ സാധ്യത കുറവാണ് +1-ൽ. +2-ലാണ് അത് ചോദിക്കാറുള്ളത്. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പഠിച്ചിട്ടാണ് നിങ്ങൾ നാളത്തെ എക്സാമിന് പോകുന്നതെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ ദാറ്റ് ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കോർ വെരി മച്ച്. So anyway, wishing you all the very, very best and success. See you in another video. Till then, bye. Thank you.